ഹലോ, ഞാൻ ദേവി ദേവ്ദ. വെൽക്കം ടു മൈ ചാനൽ ദേവി ദേവമോഹനം. അപ്പോൾ ഇന്നും ഞാൻ ആദ്യമേ ഒരു കാര്യം പറയുന്നു. ട്വിൻ ഫ്ലെയിം ജേണിയിലെ എൻ്റെ എക്സ്പീരിയൻസ്, എൻ്റെ ഇൻറ്റ്യൂഷൻ, എനിക്ക് കിട്ടിയിട്ടുള്ള സ്പിരിച്വൽ വിസ്ഡം, പിന്നെ എൻ്റെ പേഴ്സ്പെക്റ്റീവ്, ഇതൊക്കെയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അത് റെസനേറ്റ് ചെയ്യുന്നവർക്ക് മാത്രം എടുക്കാം, ബാക്കിയുള്ളവർക്ക് ഇഗ്നോർ ചെയ്യാം. ഇന്ന് എനിക്ക് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സെപ്പറേഷൻ ഫേസിൽ കൂടെ നമ്മൾ പോകുമ്പോൾ, സെപ്പറേഷൻ എന്ന് പറയുന്നത് ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഇല്യൂഷനാണ്. കാരണം 3Dയിൽ മാത്രമാണ് നമ്മൾ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്നത്. നമ്മൾ ഹയർ ഡയമെൻഷൻ സോൾസാണ്. നമ്മളെപ്പോഴും ഹയർ ഡയമെൻഷൻസിൽ നമ്മൾ യൂണിയനിലാണ്. ആ യൂണിയൻ ഒരിക്കലും ഇല്ലാതാകുന്നില്ല. നമ്മൾ ഭൂമിയിൽ മാത്രമാണ് സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്നത്. അതിനുള്ള റീസൺസും നമുക്കറിയാം. അപ്പോൾ നമ്മളത് ആദ്യം അക്സെപ്റ്റ് ചെയ്യുക. ആ ഒരു സെപ്പറേഷൻ ഫേസ് ഒരു പ്രിപ്പറേഷൻ ഫേസാണെന്ന് നമുക്കറിയാം. ആ സമയം നമ്മളെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹയ്യർ ഒരു ലെവലിലെത്താൻ. നമ്മുടെ സോള് വളരെ ഉയർന്ന സ്ഥിതിയിലെത്താനും നമ്മളെത്തുമ്പോൾ അവരും എത്തും. കാരണം അവർ നമ്മുടെ സോള് തന്നെയല്ലേ. പിന്നെ നമ്മുടെ ബസ് വേർഷൻ ആവാനൊക്കെ. പക്ഷേ ഈ ഒരു സെപ്പറേഷൻ്റെ ടൈം പെയിൻഫുൾ അല്ല എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ആദ്യം ആ ഒബ്സഷൻ പീരീഡിലൊക്കെ ഇത് പെയിൻഫുള്ളാണ്. സെപ്പറേഷൻ ആങ്സൈറ്റി നന്നായിട്ടുണ്ടാവും. വളരെയേറെ ബുദ്ധിമുട്ടിയായിരിക്കും നമ്മൾ ആ ഒരു ഫേസൊക്കെ കടന്നു വരുന്നത്. ഹീൽ ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ ആ ഒബ്സഷനിൽ നിന്ന് മാറുന്നതും നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള നമുക്ക് ആ മനസ്സിലാവും. നമുക്ക് നമ്മുടെ ഡിവൈൻ മാസ്കുലിൻ നമ്മളിൽ നിന്നും ഒരിക്കലും സെപ്പറേറ്റഡ് ആയിട്ട് പോയിട്ടില്ല. നമ്മളെപ്പോഴും സോൾ ലെവലിൽ ഒന്ന് തന്നെയാണ്. നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ സോൾ ലെവലിൽ. കാരണം നമ്മളൊരു സോളാണ്. അപ്പോൾ നമ്മൾ ഈ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കുറച്ചൊരു പോസിറ്റീവ് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതായത് കുറച്ച് നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ഇത് ഈ ഭൂമിയിൽ കാണുന്നൊരു പ്രണയമാണോ നമ്മുടെ പ്രണയം? അല്ല. ഇത് വളരെ അലൗകികമായ ഒരു പ്രണയമാണ്. ഈ ഭൂമിയിൽ കാണുന്ന ലവേഴ്സിൽ കാണുന്ന പ്രണയമല്ല. സെപ്പറേഷൻ പീരീഡിലാണെങ്കിലും ഏത് പീരീഡിലാണെങ്കിലും നമുക്ക് അൺകണ്ടീഷൻ ലവാണ് നമ്മുടെ ഡിവൈൻ മാസ്കുലിൻ്റെ അടുത്ത്. ഇങ്ങോട്ട് കിട്ടുന്നോ ഇല്ലയോ എന്ന് പ്രതീക്ഷിച്ചിട്ടല്ല ഒരു ഡിവൈൻ ഫെമിനിനും തൻ്റെ ഡിവൈൻ മാസ്കുലിനെ പ്രണയിക്കുന്നത്. കാരണം ആ പ്രണയം നമുക്ക് ഒരിക്കലും ഇല്ലാതാകുന്നില്ല. നമ്മുടെ പാതിയോടുള്ള പ്രണയമാണ്. നമ്മളത് അവേക്കണ്ടായി കഴിഞ്ഞു ജേണിയിലോട്ട്. അപ്പോൾ നമുക്കത് ഇല്ലാതാവുന്നില്ല. ഇല്ലാതാവുന്നത് അറ്റാച്ച്മെൻറ്റാണ്. അറ്റാച്ച്മെൻറ്റ് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഡിവൈൻ മാസ്കുലിൻ ഇപ്പോൾ അവേക്കണ്ടായോ, എവിടെയാണ്, ആരുടെ കൂടെയാണ്, എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവരുടെ പിറകെ അന്വേഷിച്ച് പോവുക, സ്റ്റോക്ക് ചെയ്യുക, ഒബ്സഷനിലിരിക്കുക. ആ ഒരു അവസ്ഥയിൽ നിന്നുള്ള ഒരു ഡിറ്റാച്ച്മെൻറ്റ്, അതാണ് നമുക്കുണ്ടാവുന്നത്. അവരുടെ 3D സെൽഫിൻ്റെ അടുത്ത് നമ്മളൊരു അറ്റാച്ച്ഡ് ആയിരിക്കത്തില്ല. പക്ഷെ ഓൾവേസ് കണക്റ്റഡ് ആയിരിക്കും. കാരണം അവർ നമ്മൾ തന്നെയാണ്. ആ കണക്ഷൻ അവിടെ ഇല്ലാതാകുന്നില്ല. പക്ഷേ അവരെന്താണ് ചെയ്യുന്നതെന്ന് അന്വേഷിച്ച് പോകുന്നില്ല. കാരണം അവർ ചെയ്യേണ്ടത് അവരുടെ ഡ്യൂട്ടീസാണ്. അവർ ചെയ്യട്ടെ, നമ്മൾ അതിൽ ഇടപെടേണ്ട എന്നുള്ളൊരു അവസ്ഥയിൽ നമ്മളെത്തുമ്പോൾ നമ്മൾ ഒരുപാട് ഹീൽഡ് ആകുമ്പോഴേ നമ്മൾ ആ അവസ്ഥയിലെത്തും. പക്ഷെ ആ സമയം നമുക്കൊരു മൈൻഡിന് ഒരു ഒരു സമാധാനം കിട്ടുന്ന സമയമാണ്. അപ്പം നമുക്കൊരു സന്തോഷം കിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ സത്യം മനസ്സിലാക്കും. വേറെ ഡയമെൻഷനിൽ നമുക്കെപ്പോഴും ആ പ്രണയം കിട്ടുന്നുണ്ട്. സാധാരണ ആൾക്കാരുടെ പ്രണയം എങ്ങനെയാണ്? അവർ സംസാരിക്കുന്നു, കാണുന്നു, ഫോൺ ചെയ്യുന്നു, കറങ്ങാൻ പോകുന്നു, എല്ലാം. പല ട്വിൻ ഫ്ലെയിംസും അങ്ങനെ ചെയ്യുന്നുണ്ട്, ഇല്ലെന്നല്ല. 3Dയിൽ കണക്റ്റഡ് ആയിട്ടുള്ളവർ ചെയ്യുന്നുണ്ട്. പക്ഷേ കണക്റ്റഡ് അല്ല, 3D സെപ്പറേഷനിൽ നിൽക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. അതായത് അവരെല്ലാം ഫോൺ ചെയ്യുന്നു, സംസാരിക്കുന്നു, സാധാരണ പോലെ. പക്ഷേ ഡിവൈൻ സോൾസ് ആയിട്ടുള്ള സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ട്വിൻ ഫ്ലെയിംസിന് മെസ്സേജസ് കൊണ്ടുവരുന്നത് പ്രപഞ്ചമാണ്. പക്ഷികളിൽ കൂടി ഓരോ സൈൻസ്, നിമിത്തങ്ങൾ, ഏഞ്ചൽ നമ്പേഴ്സ്, ഇതെല്ലാം നമ്മളെ ഗൈഡ് ചെയ്യുന്നു. നമ്മൾ ആ ഗൈഡൻസ് വെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് നിങ്ങൾ എന്നെ ചിന്തിച്ച് നോക്കൂ. സാധാരണ ആൾക്കാർക്കൊന്നും കിട്ടാത്ത മനോഹരമായ കുറേ സംഭവങ്ങളാണ് നമുക്കുണ്ടാകുന്നത്. നമ്മളെ ഗൈഡ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ഇൻറ്റ്യൂഷനും യൂണിവേഴ്സും ഒക്കെയാണ്, ഏഞ്ചൽസും. അപ്പോൾ ഇവരെല്ലാവരും തരുന്ന സയൻസ് വെച്ചാണ് നമ്മുടെ ഡിവൈൻ മാസ്കുലിൻ്റെ അവസ്ഥ പോലും നമുക്കറിയാൻ പറ്റുന്നത്. അവരുടെ അവേക്കണിങ് തുടങ്ങിയാൽ പോലും പലപ്പോഴും നമുക്ക് മനസ്സിലാവും. അവർക്ക് എന്തെങ്കിലും അറിഞ്ഞു തുടങ്ങിയാൽ നമുക്ക് മനസ്സിലാവും. നമ്മുടെ മുന്നിൽ സൈൻ എത്തും. അവർ തന്നെ എന്തെങ്കിലും ചെയ്യുന്നൊരു കാര്യം നമ്മുടെ മുന്നിൽ എത്തിയിരിക്കും. നമ്മൾ ചെയ്തില്ലെങ്കിലും നമ്മൾ അത് സ്റ്റോക്ക് ചെയ്ത് പോയില്ലെങ്കിലും അവരുടെ സോഷ്യൽ മീഡിയ അവരെന്താണ് ഷെയർ ചെയ്യുന്നത് ഒന്നും നമ്മൾ അന്വേഷിച്ച് പോയില്ലെങ്കിലും നമുക്കറിയേണ്ടതാണെങ്കിൽ നമ്മുടെ മുന്നിൽ അത് എത്തിയിരിക്കും.
അങ്ങനെ അങ്ങനെ യൂണിവേഴ്സ് നമ്മളെ ഗൈഡ് ചെയ്യും. പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ബാക്കിയുള്ള സാധാരണ ലവേഴ്സിനെ പോലെ അല്ലല്ലോ. നമ്മുടെ ജേണി ഡിവൈനാണ്. ഡിവൈനാണ് അത് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വേറൊരു ലെവലിലായിരിക്കും കണക്ഷൻസ് വരുന്നത്. അതായത് നമുക്ക് 3Dയിലെ DM നമ്മളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ പോലും 5Dയിലെ DM നമ്മളുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തുകൊണ്ടിരിക്കും. അവരുടെ സോൾ ലെവലിൽ നമ്മൾ കണക്ട് ചെയ്യും. കാരണം നമ്മൾ ഹയർ ഡയമെൻഷണൽ സോൾസാണ്. അതുകൊണ്ട് തന്നെ ഹയർ ഡയമെൻഷൻസിൽ നമ്മൾ യൂണിയനിലാണ്. നമ്മൾ പ്രണയിക്കുന്ന പോലെ തിരിച്ചും അവർ നമ്മളെ പ്രണയിക്കുന്നത് നമുക്ക് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അത് പലപ്പോഴും ഡ്രീം സ്റ്റേറ്റിലായിരിക്കാം. ആസ്ട്രൽ ട്രാവൽ ചെയ്ത് നമ്മൾ അവിടെ അവരുമായിട്ട് കണക്ട് ചെയ്യും. ആസ്ട്രൽ റെലമിൽ നമ്മൾ അവരുടെ സോളായിട്ട് നമ്മൾ കണക്ട് ചെയ്യുകയും നമുക്ക് ആ പ്രണയം അവരവിടെ വന്ന് തരികയും ചെയ്യും. അതല്ലെങ്കിൽ ചിലർക്ക് മെഡിറ്റേഷനിലായിരിക്കും അവരുടെ DMൻ്റെ പ്രണയം തിരിച്ച് കിട്ടുന്ന ആ ഫീൽ വരുന്നത്. ആ ഒരു പ്രണയം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്, നമ്മൾ കൊടുക്കുന്ന പ്രണയം തിരിച്ച് കിട്ടുന്നത്. വേറെ ചിലർക്കാണെങ്കിൽ ഡ്രീമിലോ മെഡിറ്റേഷനിലോ ഒന്നുമില്ല, ഈ 3D റിയാലിറ്റിയിൽ നമ്മൾ 3D റിയാലിറ്റിയിലായിരിക്കും, പക്ഷേ നമ്മളായിട്ട് കണക്ട് ചെയ്യുന്നത് 5Dയിലെ DM. ഈ 3D റിയാലിറ്റിയിൽ നമ്മളടുത്ത് വന്ന് കണക്ട് ചെയ്യും, നമ്മളെ പ്രണയിക്കുകയും ചെയ്യും. അതിനെക്കുറിച്ചുള്ള വീഡിയോസ് ഞാനിടാം. അത് കൂടുതലും ബബിൾ ഫേസ് ഒന്നും ഇല്ലാത്തവർക്കും നല്ല സെപ്പറേഷനിൽ നിൽക്കുന്നവർക്കുമായിരിക്കും. കമ്മ്യൂണിക്കേഷൻ ഒട്ടും ഇല്ലാതിരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ വളരെ റെയറായിട്ട് മാത്രമുള്ളപ്പോഴാണ് ഈ ഒരു എന്താ പറയുക സ്ട്രോങ് ടെലിപ്പത്തി കണക്ഷൻ അല്ലെങ്കിൽ അവരുടെ 5D കണക്ഷൻ ഏറ്റവും സ്ട്രോങ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഇതൊക്കെ സാധാരണ ആൾക്കാർക്ക് കിട്ടുന്നതാണോ? അല്ല. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ സാധാരണ ആൾക്കാരെല്ലാം ഇങ്ങനെ തിരിച്ച് കിട്ടുന്നു, അവർ ജീവിക്കുന്നു, കല്യാണം കഴിക്കുന്നു, കറങ്ങി നടക്കുന്നു. ഇതൊക്കെ കണ്ടിട്ട് നമുക്കതില്ല എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. അവർക്കൊന്നും ഇല്ലാത്ത, അവർക്കൊന്നും സ്വപ്നം കാണാൻ പോലും പറ്റാത്ത വേറൊരു തലത്തിൽ പ്രണയിക്കുന്ന നമ്മളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. വേറൊരു തലത്തിൽ എത്തി നിൽക്കുന്ന നമ്മളെക്കുറിച്ച്. ഈ ഒരു ജേണി കാരണം നമുക്ക് എന്തൊക്കെ നല്ലതുണ്ടായി. നമ്മളെ മനസ്സിലാക്കി, നമ്മുടെ മൈൻഡ്, ബോഡി ആൻഡ് സോൾ ഹീൽ ചെയ്ത് തുടങ്ങി. നമ്മുടെ ബെസ്റ്റ് വേർഷനിലെത്തുന്നു. നമ്മുടെ സോള് വളരെ വളരെ ഉയർന്നു വരുന്നു. സാധാരണ ആൾക്കാർ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുന്നില്ല. ലോവർ വൈബ്രേഷനിലായിട്ടുള്ള ഇമോഷൻസ് നമുക്ക് മാറി, നമുക്ക് അങ്ങനത്തുള്ള തോട്ട്സ് മാറി, വളരെ ഉദാത്തമായ ചിന്തകളിലേക്ക് നമ്മൾ പോയി. ഇതിനെല്ലാം നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ഈ ജേണിയാണ്. നമ്മുടെ ഡിവൈൻ മാസ്കുലിനോടുള്ള നമ്മുടെ പ്രണയമാണ്. എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും നമ്മൾ ഡിറ്റാച്ച് ചെയ്ത് നിൽക്കുന്നുണ്ട് അവരുടെ 3D സെൽഫിൽ നിന്ന്. പക്ഷേ ആ കണക്ഷൻ ഒരിക്കലും പോയില്ല. കാരണം അത് നമ്മൾ തന്നെയാണ്. നമ്മളിൽ നിന്ന് നമ്മുടെ കണക്ഷൻ പോവോ? ഇല്ല. ഡിറ്റാച്ച് ചെയ്ത് നിൽക്കുന്നത് അവരുടെ 3D സെൽഫിൽ നിന്ന് നമ്മൾ പറയുമ്പോൾ അവരെന്ത് ചെയ്യുന്നു, ആരുടെ കൂടെയാണ്, എവിടെ പോകുന്നു, എന്താണ് അവരുടെ തോട്ട്സ്, അവരവയ്ക്കണ്ടായോ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നാണ് നമ്മൾ ഡിറ്റാച്ച് ചെയ്യുന്നത്. അല്ലാതെ നമ്മുടെ ഡിവൈൻ മാസ്കുലിൻ്റെ അടുത്തുള്ള ആ കണക്ഷൻ ഒരിക്കലും നമുക്ക് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റില്ല. ആ കണക്ഷൻ എപ്പോഴും കണക്റ്റഡ് ആണ്. ഡിറ്റാച്ച്മെൻ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു ഒബ്സഷനിൽ നിന്നുള്ള ഡിറ്റാച്ച്മെൻ്റാണ്. നമ്മൾ പോയി അന്വേഷിക്കുന്നില്ല, അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്യട്ടെ, നമ്മൾ അന്വേഷിക്കുന്നില്ല. ഈ ലോകത്ത് എവിടെയാണെങ്കിലും ആരുടെ കൂടെ ആണെങ്കിലും നമുക്ക് വിശ്വാസമുണ്ട്, നമ്മുടേതാണ്. പിന്നെ എന്തിനാണ് നമ്മൾ വിഷമിക്കുന്നത്? നമ്മുടെ മാത്രമാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ 5D കണക്ഷൻ അത് ആ സമയത്തായിരിക്കും നമുക്ക് ഏറ്റവും സ്ട്രോങ് ആയിട്ട് കിട്ടുന്നത്. നമ്മുടെ യൂണിയൻ ആവും, പക്ഷേ എന്താ പറയുക, അത് ഫോർ ദ ഹയസ്റ്റ് ഗുഡ് ഓഫ് ഓൾ ആയിരിക്കും. ഫോർ ദ ഹയസ്റ്റ് ഗുഡ് ഓഫ് ഓൾ ഇൻവോൾവ്ഡ്. ആരൊക്കെ നമ്മുടെ ഈ ജേണിയിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്, എല്ലാവരുടെയും ഹയസ്റ്റ് ഗുഡിന് വേണ്ടി മാത്രമായിരിക്കും ട്വിൻ ഫ്ലെയിം യൂണിയൻ ഉണ്ടാകുന്നത്. അവിടെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടോ ഒന്നും ആയിരിക്കില്ല. ആ സമയമാകുമ്പം ഡിവൈൻലി ഓർക്കസ്ട്രേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ നടക്കും. എല്ലാവർക്കും സന്തോഷകരമായി വരുന്നൊരു സമയത്താണ് ആ യൂണിയൻ ഉണ്ടാകുന്നത്. അതുവരെ സെപ്പറേഷൻ ഫേസ്, അത് പ്രിപ്പറേഷൻ ഫേസാണ്. ആ സമയം മാത്രമായിരിക്കും നമുക്ക് ഈ 5D കണക്ഷൻ ഇത്രയും സ്ട്രോങ് ആവുന്നത്. അവരുടെ 3D ആയിട്ട് നമ്മൾ ഒരുപാട് കണക്ട് ചെയ്യുമ്പോൾ ഈ 5Dയിലെ കണക്ഷൻ ഇങ്ങനെ കാണത്തില്ല. അങ്ങനെ കണക്ട് ചെയ്യുന്നവർക്കും 5D കണക്ഷൻ സ്ട്രോങ് അല്ല. അപ്പോൾ ആ സമയം നമ്മൾ ആ ഫേസ് എൻജോയ് ചെയ്യുക. കാരണം നമ്മൾക്ക് മാത്രം ദൈവം തന്ന വരദാനമാണത് ട്വിൻ ഫ്ലെയിംസിന്. എൻജോയ് ചെയ്യുക. ഡ്രീം സ്റ്റേറ്റിലാണെങ്കിൽ അവിടെ എൻജോയ് ചെയ്യുക, മെഡിറ്റേഷനിലാണെങ്കിൽ അവിടെ എൻജോയ് ചെയ്യുക. അല്ലാതെ നമ്മുടെ 3D റിയാലിറ്റിയിൽ അവർ വന്ന് കണക്ട് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഹയർ സെൽഫ് കണക്ട് ചെയ്യുന്ന കാര്യമാണ്, എൻജോയ് ചെയ്യുക. കാരണം അതെപ്പോഴും ഹീലിംഗ് ആണ്, സോളിൻ്റെ ഹീലിംഗ് ആണ്. അവരുമായിട്ടുള്ള 5Dയിൽ അവരുമായിട്ടുള്ള കണക്ഷനാണ് നമ്മൾ ഏറ്റവും എന്താ പറയുക, അതാണ് പെർമനൻ്റ് ആയിട്ടുള്ള കണക്ഷൻ. നമ്മുടെ ആ 5D കണക്ഷൻ, 5D യൂണിയൻ പെർമനൻ്റ് ആണ്. അത് ഓൾവേസ് അവിടെ ഉണ്ട്. ഒരിക്കലും അതില്ലാതായിട്ടില്ല, ഇല്ലാതാവാനും പോണില്ല. ദൈവം ഒരിക്കലും ആ ട്വിൻ ഫ്ലെയിംസിനെ ഹൈ ഡയമെൻഷൻസിൽ സെപ്പറേറ്റഡ് ആക്കില്ല. കാരണം അവരൊന്നാണ്. അതാണ് ആ റിയാലിറ്റി. അപ്പോൾ ഞാൻ എപ്പോഴും എടുത്തു പറയണ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും എൻ്റെ
എന്താ പറയുക, ഇൻറ്റ്യൂഷനിൽ നിന്നൊക്കെയാണ് ഞാനീ പറയുന്നത്. വേണമെന്നുള്ളവർക്ക് മാത്രം എടുത്താൽ മതി. പക്ഷേ എനിക്കൊരു കാര്യം പറയണം. എൻ്റെ പെർസ്പെക്റ്റീവ്, എൻ്റെ ഇന്നർ നോയിങ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഡിവൈൻ മാസ്കുലിൻ്റെ ഹയർ സെൽഫ് എപ്പോഴും 3Dയിൽ ഡിവൈൻ ഫെമിനിൻ്റെ കൂടെ കാണും. അതുപോലെ ഡിവൈൻ ഫെമിനിൻ്റെ ഹയർ സെൽഫ് ഡിവൈൻ മാസ്കുലിൻ്റെ കൂടെയും കാണും. പക്ഷേ അവർ ആ ജേണിയിൽ അവേക്കൻഡ് ആകുമ്പോൾ മാത്രമേ അവർക്ക് ആക്സസ് കിട്ടൂ. ഒരു പക്ഷേ നമുക്കുണ്ടാവുന്ന എക്സ്പീരിയൻസ് അവർക്കും ഉണ്ടാവും. പക്ഷേ അവർക്ക് കാര്യം മനസ്സിലാവണുണ്ടാവില്ല. നമുക്ക് മനസ്സിലാവും. അവർ വന്ന് കണക്ട് ചെയ്താൽ, ഹയർ ഡയമെൻഷനിൽ അവർ വന്ന് കണക്ട് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. അവരവിടെ എത്തിയിട്ടില്ല. ഒരു പക്ഷേ നമുക്കും അവർ നേരത്തെ കണക്ട് ചെയ്തിട്ടുണ്ടാവും അവരുടെ ഹയർ സെൽഫ്. നമുക്ക് കുഞ്ഞു കുഞ്ഞ് തോന്നലായിട്ട്, ഓരോ ഫീലിംഗ് ആയിട്ട് നമ്മുടെ ഇൻറ്റ്യൂഷൻ പറഞ്ഞു തന്നിട്ടുണ്ടാവും. പക്ഷേ നമുക്ക് മനസ്സിലാവില്ല. കാരണം നമ്മൾ ഈ ജേണിയെക്കുറിച്ചും അറിയില്ല, നമ്മളൊരു ട്വിൻ ഫ്ലെയിം ആണെന്നും അറിയില്ല, നമുക്കും ഒന്നും അറിയില്ല. പക്ഷേ അവേക്കൻഡ് ആകുമ്പോൾ നമുക്കത് ആക്സസ് നന്നായിട്ട് കിട്ടും. അതുപോലെ അവർക്കും ആ സമയം കിട്ടും. അതുവരെ നമ്മുടെ ഹയർ സെൽഫ് അവരെയും പ്രൊട്ടക്റ്റ് ചെയ്ത് കൂടെയുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മുടെ ഡിവൈൻ മാസ്കുലിന് വേണ്ടി പ്രാർത്ഥിക്കുക, പ്രൊട്ടക്ഷൻ കൊടുക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ആ പ്രണയം തന്നെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, സെപ്പറേഷനിലായിട്ടുള്ള 3D സെപ്പറേഷൻ എടുത്ത് പറയുകയാണ്. അല്ലെങ്കിൽ നമ്മൾ സെപ്പറേറ്റഡ് ആവില്ല അവരിൽ നിന്ന്. അപ്പോൾ ആ സമയത്ത് നമുക്കിങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിച്ച് കഴിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ വൈബ്രേഷൻ ഹയർ ലെവലിലെത്തും. താങ്ക് യു സോ മച്ച്. സ്റ്റേ ബ്ലെസ്ഡ്.